തലസ്ഥാന നഗരിയെ ഭക്തിസാന്ദ്രമാക്കി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമാപനം. പൊങ്കാല സമർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. മടങ്ങുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി KSRTCയും റെയിൽവേയും. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നടപ്പിലാക്കി നഗരസഭ. ഒരു വർഷത്തെ കാത്തിരിപ്പിന് വിരാമം. ഇനി അടുത്ത പൊങ്കാലയ്ക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ മടക്കം. ഭക്തലക്ഷങ്ങളാണ് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ച് മടങ്ങിയത്. എല്ലാ വഴിയും ആറ്റുകാലിലേക്ക് എന്ന പോലെ ക്ഷേത്ര ദർശനത്തിനായി ഒഴുകിയെത്തിയതും പതിനായിരങ്ങൾ. രാവിലെ 10:15 സഹമേൽശാന്തി പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമായി. ശേഷം പണ്ടാരടുപ്പിൽ നിന്നും ലക്ഷക്കണക്കിന് വരുന്ന ഭക്തരുടെ അടുപ്പുകളിലേക്ക് തീ പകർന്നു. നല്ല തിരക്കുണ്ട്. എല്ലാ വർഷത്തെയും കാട്ടിയും എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കൂടുതൽ തിരക്കുണ്ടെന്ന് തോന്നുന്നു. സാധാരണക്കാളും കൂടുതൽ ആൾക്കാരുണ്ട്. കഴിഞ്ഞ വർഷത്തെയും കാട്ടിയും ഒരുപാട് ആൾക്കാർ ഇപ്രാവശ്യം ഉണ്ടാണ്. ഓരോ വർഷം കൂടുന്തോറും ആൾക്കാർ കൂടുകയാണ്. ആദ്യത്തെ പ്രാവശ്യമാണ് പൊങ്കാല ഇടുന്നത്. വളരെ നല്ല അഭിപ്രായം, സന്തോഷമാണ്, വിശ്വാസം. തീർച്ചയായിട്ടും എല്ലാ വർഷവും ഇടണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഞാൻ 15 വർഷത്തോളം ഇടാൻ തുടങ്ങിയിട്ട് എല്ലാ വർഷവും ഇടുന്നുണ്ട്. ഇവിടെ തന്നെ വരും. 2 വർഷം മുമ്പ് ഇവിടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ എത്തിയത് 3 മണിക്ക് ഇറങ്ങി അവിടെ. 1:15 ക്ഷേത്രത്തിൽ പൊങ്കാല നിവേദിച്ചതോടെ നഗരത്തിൽ ഒരുക്കിയിരുന്ന പൊങ്കാല കലങ്ങളിലും പുണ്യാഹം തളിച്ചു. പൊങ്കാലയിട്ട് മടങ്ങുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ സൗകര്യമാണ് KSRTCയും റെയിൽവേയും ഒരുക്കിയത്. പ്രതീക്ഷാ പൊങ്കാല കാലത്ത് ഇത്തവണ പ്രതിഷേധ പൊങ്കാലയ്ക്കും സെക്രട്ടേറിയറ്റിന്റെ സമരവേദി സാക്ഷിയായി. രാപ്പകൽ സമരവേദിയിൽ തന്നെ പൊങ്കാലയിട്ട് ആശാപ്രവർത്തകർ പ്രതിഷേധത്തിന് ആക്കം കൂട്ടി. പൊങ്കാല സമർപ്പണത്തിനെത്തിയവരിൽ മുൻ വർഷങ്ങളിലേക്കാൾ തിരക്കാണ് ഇത്തവണ അനുഭവപ്പെട്ടത്. കടുത്ത വേനലായതിനാൽ 3 മണി മുതലാണ് നഗരസഭ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. നഗരസഭ ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെ ആകെ 3204 തൊഴിലാളികളെയാണ് നിയോഗിച്ചിരുന്നത്. എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചാണ് ഭക്തരുടെ സുരക്ഷയൊരുക്കിയത്. നാളെ രാത്രി 1 നടക്കുന്ന കുരുതി സമർപ്പണത്തോടെയാണ് ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം സമാപിക്കുന്നത്. ടീം കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.